എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ആകെപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി ദേവേനിക്ക് സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമായിരുന്നു. എങ്ങനെയെങ്കിലും നയനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്ന് ആലോചിച്ചിട്ട് എല്ലാ വഴികളും അടഞ്ഞു പോവാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യണം എന്നോർത്ത് തല പോകഞ്ഞ് ദേവേനി ഇരിക്കുവാണ്. ഈ സമയം അതേ അവസ്ഥ തന്നെയായിരുന്നു നയനയ്ക്കും. എങ്ങനെ വീട്ടിലേക്ക് തിരികെ പോകാൻ പറ്റും? ഒരു പക്ഷേങ്കില് ഇനിയിപ്പോ അച്ഛനും അമ്മയും സമ്മതിക്കുമെന്ന് തോന്നില്ല. അല്ലെങ്കിൽ പിന്നെ ഉള്ള സത്യങ്ങളൊക്കെ തുറന്നു പറയണം. അമ്മയ്ക്ക് തന്നെ ഇഷ്ടമാന്നുള്ള കാര്യം അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അറിയും. അതൊരു കാരണവശാലും പാടില്ല താനും. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നന്ദു അങ്ങോട്ടേക്ക് വന്നു. നന്ദു വന്നിട്ട് ചോദിച്ചു, എന്താ ചേച്ചി ഭയങ്കര ആലോചനയാണല്ലോ എന്ന് പറയണം. ഒന്നുമില്ല, ചേച്ചിയുടെ മുഖത്ത് എന്തോ വിഷമമുണ്ടല്ലോ, കാര്യം എന്താന്ന് ചോദിക്കും. ഒരു വിഷമമില്ല, വെറുതെ കള്ളത്തരം പറയണ്ട, എനിക്കറിയാം വീട്ടിലേക്ക് പോകാത്തതിന്റെ സങ്കടം അല്ലേന്ന് ചോദിക്കും. അല്ല അത് പിന്നെ ചേച്ചി എന്തിനാ സങ്കടപ്പെടുന്നേ? ചേച്ചിക്ക് അവിടത്തെക്കാളും നല്ല സുഖമല്ലേ ഇവിടെ? ഒന്നുമല്ലേ, സ്വന്തം വീട്ടിലല്ലേ നിൽക്കുന്നത്. അവിടെ പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴും ആട്ടും തുപ്പും അമ്മായിമ്മയുടെ വക. എന്തിനാ ചേച്ചി വെറുതെ ജീവൻ നശിപ്പിക്കണമെന്ന് ചോദിക്കുക. എന്നാലും ആദർശേട്ടൻ ചേച്ചിനെ കാണണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്ന് കണ്ടോളും. അതിന് ചേച്ചി അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമില്ലെന്ന് പറയാം. അല്ലെങ്കിൽ തന്നെ ഇത്രയും കാലമായി സ്വന്തം കരള് ഭാഗത്ത് കൊടുത്ത അമ്മായിമ്മയ്ക്ക്. എന്നിട്ടോ അമ്മായിമ്മ ചേച്ചിയുടെ മനസ്സ് തിരിച്ചറിഞ്ഞോ? ഇത്രയും നാളായിട്ടും ചേച്ചിയാണ് കരള് ഭാഗത്ത് നൽകിയ എന്നുള്ള കാര്യം അവർ അറിയുക പോലും ചെയ്തില്ലല്ലോ. പിന്നെ എന്തിനാ ചേച്ചി അങ്ങോട്ടേക്ക് പോകുന്നേ? അവരുടെ അടിമയായിട്ട് പോയി കഴിയേണ്ട ഒരു കാര്യമില്ലെന്ന് പറയണ. ഇത് കേട്ടതും നയന പറഞ്ഞു, അല്ല നന്ദു, അങ്ങനൊന്നും ഇല്ല, നീ ഉദ്ദേശിക്കുന്ന പോലെ അല്ലാന്ന് പറയും. എന്താ ചേച്ചിന് അമ്മായിമ്മയ്ക്ക് ഇഷ്ടമാണെന്ന് ചോദിക്കും. അതല്ല പിന്നെ എന്താ? അല്ല ആദർശനും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഭയങ്കര വിഷമോ ഞാൻ അവിടെ ഇല്ലെങ്കിൽ. അതാണോ? അവരുടെ കാര്യം ഓർത്ത് പേടിക്കണ്ട. പിന്നെ അവിടുത്തെ മുത്തശ്ശിയുടെ കാര്യമൊക്കെ അത് അവര് തന്നെ നോക്കിക്കോളും. പിന്നെ എപ്പോഴും ചേച്ചി ആയിരുന്നില്ല നോക്കിക്കൊണ്ടിരുന്നേ. ഇതിനു മുമ്പ് ചേച്ചി അവിടെ ഇല്ലാത്ത സമയത്തൊക്കെ ആരായിരുന്നു? അവര് തന്നെയല്ലേ നോക്കിക്കൊണ്ടിരുന്നേ. അവര് നോക്കിക്കോളും. പിന്നെ ചേച്ചിനെ അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അവര് ഇവിടുന്ന് വിളിച്ചോളും എന്നൊക്കെ പറയാണ്. ഇത് പറഞ്ഞിട്ട് നന്ദു അങ്ങോട്ടേക്ക് പോവാ. നയനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. നന്ദു പതുക്കെ ഒന്ന് പാളി നോക്കിക്കഴിഞ്ഞപ്പോൾ നയനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. കൊള്ളാം, എന്നിട്ടും ചേച്ചി സത്യാവസ്ഥ ഒന്നും പുറത്തു പറയാനായിട്ട് കൂട്ടാക്കുന്നില്ല എന്ന് വിചാരിക്കുകയാണ്. പിന്നീട് ആദർശ മുറിയിൽ കമ്പനിയിലെ ഒരു ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവേനെ ഇങ്ങോട്ടേക്ക് ചെല്ലുന്നേ. ദേവേനെ എന്നിട്ട് പറഞ്ഞു, അതെ ഇനി അവളെ അവിടെ ഇങ്ങനെ നിർത്തിയിട്ട് കാര്യമില്ലെന്ന് പറയാണ്. ഇത് കേട്ടത് ആദർശ് പറഞ്ഞു, അല്ലമ്മേ, അമ്മ എന്താ ഇപ്പൊ അങ്ങനെ പറയാൻ കാരണം? എനിക്കറിയാം, ഒരു പക്ഷെ അവൾ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നീ ഇനി അങ്ങോട്ടേക്ക് പോകുന്നു പറയാം. ആദർശ് പറഞ്ഞു, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ, എന്റെ ഭാര്യയല്ലേ അവളെന്ന് ചോദിക്കുക. വേണ്ട, അവളെ നീ കാണാൻ പോകേണ്ട കാര്യമില്ലെന്ന് പറയണ. അവൾ വേണേ ഇങ്ങോട്ടേക്ക് വരട്ടെ എന്ന് പറയാം. അതെന്ത് വർത്താനം അമ്മ പറയണേ? അവൾ ഇങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ ഞാൻ അവളെ കാണാൻ പോകണ്ടേ? അമ്മയ്ക്കറിയാലോ അവൾ കാരണം കമ്പനിക്ക് എത്ര കോടി രൂപയുടെ ലാഭം ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വിഷുവിന് നയന കളക്ഷൻസ് ഫേമസ് ആയിട്ടിരിക്കുക. പിന്നെ ഇതിന്റെ എല്ലാം പിന്നില് ഈ കുടുംബം ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അവളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവൾക്ക് അവിടെ എത്താൻ കഴിഞ്ഞത്. അത് മാത്രമല്ല, അമ്മ അവളെ ഇവിടുന്ന് കമ്പനിയിലേക്ക് പറഞ്ഞു വിട്ടോണ്ട. ഒരുപക്ഷെ അവളോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കും അമ്മ എങ്ങനെ ചെയ്തേ. അവളുടെ മുഖം പോലും കാണണ്ടെന്ന് കരുതിയിട്ടായിരിക്കും. പക്ഷേങ്കിൽ അതൊരു നല്ല കാര്യമായിട്ട് മാറിയേക്കും അല്ലേന്ന് ചോദിക്കുക. അത് കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു, അല്ലടാ, അത് പിന്നെ അമ്മയൊന്നും പറയണ്ട. പക്ഷെ അവൾക്കൊരു നല്ല കാലം വരുമ്പോൾ എനിക്കതിൽ സന്തോഷമുള്ളൂ. പക്ഷെ അവൾ ഇങ്ങോട്ട് വരാൻ കൂട്ടാക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? അമ്മയുടെ പ്രവൃത്തി കൊണ്ടാ. അമ്മ ഇനിയെങ്കിലും അവളെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അമ്മ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല, അവൾ പാവ ആളെന്ന് പറയാണ്. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് അവളുടെ മനസ്സിന് നന്മ അമ്മ തിരിച്ചറിയും. പക്ഷെ ആ സമയത്ത് അമ്മയ്ക്ക് കുറ്റബോധം തോന്നുന്നു പറയാണ്. ഇത് കേട്ടപ്പോൾ ദേവേനി മനസ്സിൽ പറഞ്ഞു, എനിക്ക് അല്ലെങ്കിൽ തന്നെ ഇപ്പൊ വിഷമ. പക്ഷെ നിന്റെ മുന്നിൽ അത് പറയാൻ പറ്റില്ലട മോനെ. എനിക്ക് അവളില്ലാതെ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്റെ വിഷമങ്ങളൊക്കെ ആരോട് പറയാനാ? ഇത് ദേവേനി മനസ്സിൽ പറയാണ്. ആദർശിച്ച് എന്താ അമ്മ എന്താ ആലോചിക്കണേന്ന് നിൽക്കും. ഒന്നുമില്ലാന്ന് പറയാണ്. ഞാൻ ആലോചിക്കുന്നേ, ഇനിയിപ്പം അവളെ ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വന്നാലോ? ഇനിയിപ്പം ഞാൻ ചെല്ലാഞ്ഞിട്ടാണോ, ഞാൻ ചെന്ന് വിളിക്കാഞ്ഞിട്ടാണോന്ന് അറിയത്തില്ല അവള് വരാത്തെ. അമ്മ ചെന്ന് വിളിച്ചോണ്ട് പ്രയോജനം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നില്ല. കാരണം അവളുടെ അച്ഛനും അമ്മ അങ്ങനത്തെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അമ്മ ചെന്ന് വെറുതെ വിളിച്ചിട്ട് കാര്യമില്ല. അവളെ മരുമോളായിട്ട് അംഗീകരിച്ചാൽ മാത്രമേ അവളെ അവരിങ്ങോട്ട് പറഞ്ഞു വിടുന്നുള്ളെന്നാ പറഞ്ഞിരിക്കുന്നത്. അമ്മ അതിന് തയ്യാറാണെന്ന് ചോദിക്കും. ദേവേനെ പറഞ്ഞു, പിന്നെ അവളെ ഞാൻ മരുമോളായിട്ട് അംഗീകരിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരണം. അതൊന്നും നടക്കുന്ന കാര്യമല്ല ആദർശെന്ന് പറയണം. എന്നാ പിന്നെ അമ്മ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ടെന്ന് പറയണം. പിന്നീട് ദേവേനി ആപ്പാടെ വിഷമത്തിലായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ കുറെ സമയം കഴിഞ്ഞു. പിന്നീട് ദേവേനി മുറിയിലിരിക്കുന്ന സമയത്ത് ജയൻ അങ്ങോട്ടേക്ക് വരുവാണ്. ജയൻ എന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി ദേവേനി? നിനക്ക് എന്തോ ഒരു വല്ലായ്മ ഉണ്ടല്ലോ എന്ന് തോന്നിയെന്ന് പറയാണ്. ഒന്നുമില്ല ചേട്ടാന്ന് പറയാ. അല്ല, എന്തോ ഒരു വിഷമം ഉണ്ടെന്ന് പറയാണ്. ഇത് കേട്ടതും ദേവേനി പറഞ്ഞു, അല്ല അത് പിന്നെ എനിക്കറിയാം നീ നയനെക്കുറിച്ചായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കണല്ലേന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ ചേട്ടാ ആദർശിനെ കുറിച്ച് ആലോചിക്കുന്നത്. ആദർശ് ചിലപ്പോൾ നയനെ അവിടെ ആയതുകൊണ്ട് അങ്ങോട്ട് പോകുമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ജയൻ പറഞ്ഞു, അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആരാ? നീ ആയിരിക്കും എന്ന് പറയണം. ഞാനോ? പിന്നല്ലാതെ
വേറെ ആരാ ഉത്തരവാദി? ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിന് കാരണം ഉണ്ടാക്കി വെച്ച നീയല്ലേ? മര്യാദയ്ക്ക് നയനമോളോട് പെരുമാറുമായിരുന്നെങ്കിൽ അവൾ ഈ വീട്ടിൽ നിൽക്കുമല്ലായിരുന്നോ? അത് മാത്രമല്ല, അവളുടെ വീട്ടുകാർ അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിടാതിരിക്കുമായിരുന്നു. ഒരു കാരണവശാലും ഇല്ല. അവൾ ഈ വീട്ടിൽ തന്നെ നിന്നേനെ. അപ്പം നീയാണ് അവളോട് ഓരോ കാര്യങ്ങളെ കാണിച്ചു കൂട്ടിയത്. അതുകൊണ്ടാണ്. പോരാത്തിന് മിക്കവാറും ആദർശ് പോകുന്നുണ്ടെങ്കിൽ അവസാനം വരുമ്പോൾ ആദർശ് ആ വീട്ടിൽ തന്നെ ആവും. എന്താ ചേട്ടാ പറഞ്ഞേ? അതെ, ആദർശം അവർ ആ വീട്ടിൽ പിടിച്ചു നിർത്തും. അവസാനം ആദർശം ഇങ്ങോട്ട് വരാതാവും. നിനക്ക് നിന്റെ മകനെ നഷ്ടപ്പെടുമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ദേവേന് പറഞ്ഞു, ഏയ് ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറയണം. സംഭവിക്കില്ല എന്ന് കരുതാം, എന്ന് വിശ്വസിക്കാന്ന് പറയണം. പക്ഷെ ആദർശന്റെ സ്വഭാവം അറിയാലോ. അവന്റെ ഭാര്യ ഇല്ലാതെ പറ്റില്ല. ഒരു ദിവസം പോലും അവളെ കാണാതെ അവന് പറ്റില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നയനമോൾ ഇങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ അവൻ അങ്ങോട്ടേക്ക് പോകും. പിന്നെ അവന്റെ താമസം അവിടെ ആയിരിക്കും എന്ന് പറയണം. ഇത് കേട്ടതും ദേവേന ഇങ്ങനെ ആലോചിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ദേവേന പറഞ്ഞു, അതിനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം. എന്നാ നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ജയൻ അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് ദേവേന ഒരു കാര്യം തീരുമാനിച്ചു. ഇനിയിപ്പം താനായിട്ട് അങ്ങോട്ട് ചെല്ലണം, അവരെ ചെന്ന് വിളിക്കണം. അങ്ങനെ വിളിക്കുവാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുമല്ലോ എന്ന് അറിയത്തില്ലോ. അങ്ങനെ ദേവേനെ രണ്ടും കൽപ്പിച്ച് നയനെ വിളിക്കാൻ പോവാണ്. ഒരുപക്ഷെ താൻ ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് നയനെ തൻ്റെ കൂടെ വിടുമെന്നൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല, മുമ്പ് പോയി ഒന്ന് വിളിച്ചോണ്ട് വന്നാണ്. അങ്ങനെ ദേവേനെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നയനെ ഓടി വരുവാണ്. നയനെ ഓടി വന്നിട്ട് കയ്യിലേക്ക് പിടിക്കുകയാണ്. പെട്ടെന്നാണ് നന്ദു അതിലൂടെ വരുന്നുണ്ട്. ഈ സമയം രണ്ടുപേരും കൂടെ അകന്ന് മാറിയിരുന്നു. പിന്നീട് ദേവേനെ അങ്ങോട്ട് അഭിനയിക്കാൻ തുടങ്ങി. അല്ല, നീ എന്താ അങ്ങോട്ടേക്ക് വരാത്തേന്നൊക്കെ ചോദിക്കണം. നയന പറഞ്ഞു, അത് പിന്നെ അമ്മേ ഞാന് ഓഹോ, ഇപ്പം ഞാനിനി വന്ന് ആരതി എടുത്ത് ഒഴിഞ്ഞോടെ നിന്നെ പോയാലോ നീ അങ്ങോട്ടേക്ക് വരുള്ളൂ അല്ലേന്നൊക്കെ പറയണം. അപ്പോഴേക്കും കനകയും ഗോവിന്ദനും അങ്ങോട്ട് വന്നു. കനക പറഞ്ഞു, ബാ ദേവനി വന്നിരിക്കാനൊക്കെ പറയണം. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദൻ പറഞ്ഞു, മോളെ വിളിച്ചോണ്ട് പോകാൻ വന്നായിരിക്കും അല്ലേന്ന് ചോദിക്കാണ്. ഇത് കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു, അതെ, അതിനു വേണ്ടി വന്നാന്ന് പറയണേ. അതെ, പറയുന്നോണ്ടൊന്നും തോന്നരുത്, മോളെ ഞങ്ങൾ അങ്ങനെ വിടുന്നില്ല എന്ന് പറയണം. നിങ്ങളുടെ ഇഷ്ടത്തിന് അവളെ ഇട്ട് ചവിട്ടിത്തേക്കാനുള്ളതല്ല, അതുകൊണ്ട് അവളെ ഞങ്ങൾ അങ്ങനെ വിടുന്നില്ല എന്ന് പറയാം. കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? അവിടുത്തെ മരുമോളല്ലേ, അവളെ അവിടെയല്ലേ കഴിയേണ്ടെന്ന് നിൽക്കും. അതൊക്കെ ശരി തന്നെയായിരിക്കും. പക്ഷെ നിങ്ങൾ ഇതിനായിട്ട് അവളെ മരുമോളായിട്ട് അംഗീകരിച്ചിട്ടില്ലോ. പിന്നെ ഞങ്ങൾ എന്ത് വിശ്വാസത്തിന് പറയാം അവളെ അങ്ങോട്ട് അയക്കും? ഒരു കാരണവശാലും അങ്ങോട്ടേക്ക് അയക്കില്ല എന്ന് പറയണേ. ഇനിയിപ്പം ഞങ്ങൾ പറയുന്നതിനെയൊക്കെ മറികടന്ന് നിങ്ങൾക്ക് അവളെ വിളിച്ചോണ്ട് പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വിളിച്ചോണ്ട് പോയിക്കോ, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അവൾ വരുമോന്ന് വിളിച്ചു നോക്ക്, വരുമെങ്കിൽ വിളിച്ചോണ്ട് പോയിക്കോ. അല്ലെങ്കിൽ ഒരു കാരണവശാലും അവളെ ഇവിടുന്ന് കൊണ്ടാൻ പറ്റില്ലെന്ന് പറയണേ. ബലമായിട്ട് പിടിച്ചോണ്ട് പോകാൻ പറ്റത്തൊന്നുമില്ലെന്ന് പറയണം. കനക പറഞ്ഞു, അത് ശരിയാ ഗോവിന്ദേട്ടൻ പറഞ്ഞേ. അല്ലെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ടും നിങ്ങൾ അവളെ അംഗീകരിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിലിട്ട് അവളെ ഇട്ട് ചവിട്ടി തേക്കുമല്ലായിരുന്നോ? ഇത്രയും കാലം എൻ്റെ മോൾ അവിടെ പിടിച്ചു വന്നു. അച്ഛനും അമ്മ എന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് അവളെ ഉപേക്ഷിച്ച് കളയാനായിട്ട് പറ്റില്ല എന്ന് പറയണം. എന്റെ മനസ്സാടെ വെന്ത് നീറിക്കൊണ്ടിരിക്കുക. എനിക്കും എന്ത് മറുപടി പറയാൻ നടത്തില്ല, തുറന്നു പറയണമെന്നുണ്ട് എല്ലാവരുടെയും കേക്കില്. പക്ഷെ ഇപ്പൊ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ലെന്ന് മനസ്സിലായി. പിന്നീട് കനകേന്ദ്രൻ കുടിക്കാനൊക്കെ എടുത്തോണ്ട് ഞങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ഗോവിന്ദൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. നയനയും ദേവേനയും ഒറ്റയ്ക്കായി. പെട്ടെന്ന് ദേവേനെ നയനയും പറഞ്ഞു, അതെ മോൾ ഇങ്ങോട്ട് പോയി, എനിക്ക് അല്പം സംസാരിക്കാനുണ്ടെന്നൊക്കെ പറയണം. അങ്ങനെ നയനയും വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ ചെന്നിട്ട് നയനയെ കെട്ടിപ്പിടിക്കുവാണ്. കെട്ടിപ്പിടിച്ചിട്ട്, എനിക്കറിയില്ല മോളെ, ഓരോ ദിവസം അവിടെ ചെല്ലുന്നവരും എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുക, മോളില്ലാതെ എനിക്ക് അവിടെ കഴിയാൻ പറ്റുന്നില്ലെന്ന് പറയണം. ഇത് കേട്ടോ നയന പറഞ്ഞു, എനിക്കും അങ്ങനെ തന്നെ അമ്മേ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അച്ഛനാണെങ്കിൽ ഇതിനുമുമ്പ് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ആദ്യമായിട്ടാ അച്ഛനും അമ്മയും ഇങ്ങനെയൊക്കെ പറയണേ. അങ്ങോട്ടേക്ക് പോകണ്ട, അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ മേലാൽ ഇങ്ങോട്ടേക്ക് കയറുകയും ചെയ്യില്ലെന്ന്. എന്തിനു വേണ്ടി അവരിങ്ങനെ പറയണേന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നയന പൊട്ടിക്കരയാണ്. അതുപോലെ തന്നെ ദേവേനി. ഈ സമയത്ത് കനകയും നന്ദുവൊക്കെ അവിടെ അവർ നിരീക്ഷിച്ചുകൊണ്ട് മാറി വയ്ക്കുന്നുണ്ടായിരുന്നു. അവർക്കറിയാം, കാരണം ഇവർ തമ്മിലുള്ള സ്നേഹം എത്ര ആഴത്തിലുള്ളതാണ്. തങ്ങൾ എല്ലാവരും കൂടെ മാറിക്കഴിയുമ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒറിജിനൽ സ്നേഹം പുറത്തു വരുമെന്ന്. അപ്പോൾ ഇവരുടെ കള്ളത്തരം എത്രമാത്രം അറിയാൻ വേണ്ടിയിട്ട് അവർ മാറി നിൽക്കുക. പിന്നീട് ഗോവിന്ദനും കൂടെ വന്ന ആ കാഴ്ച കാണുവാണ്. ഗോവിന്ദൻ പറഞ്ഞു, കൊള്ളാം, എന്നിട്ടാണ് ഇത്ര വലിയ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മയും മരുമോളെന്നൊക്കെ പറയാണ്. പിന്നീട് നയന പറഞ്ഞു, ഞാൻ നോക്കട്ടെ അമ്മേ, എന്തേലും വഴിയുണ്ടോ നോക്കട്ടെ അങ്ങോട്ട് വരാനായിട്ട്. അവസാനം ദേവേനി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവരോട് സത്യാവസ്ഥയൊക്കെ തുറന്നു പറഞ്ഞ് ഞാൻ മോളെ കൂട്ടിക്കൊണ്ട് പോട്ടെ, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? മോൾ അങ്ങോട്ടേക്ക് വന്നില്ല ശരിയാകത്തില്ലെന്ന് പറയാണ്. ഇനി ഒത്തിരി നാൾ ഇങ്ങനെ ഇവരുടെ മുന്നിൽ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ലെന്ന് പറയാണ്. ഇത് കേട്ടപ്പം നയന പറഞ്ഞു, അല്ലമ്മേ, അത് അങ്ങനെ പറഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോഴോ, അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്ത്, ഞാൻ എൻ്റെ മരുമോളെ സ്വീകരിച്ചിരിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. മരുമോളോടുള്ള സ്നേഹം ദേഷ്യമൊക്കെ മാറി, അങ്ങനെ അവർ വിചാരിക്കുള്ളൂ എന്ന് പറയാം. പക്ഷെ അമ്മ പറയുമ്പോൾ എളുപ്പമായി, പക്ഷെ എല്ലാവരും ആ കണ്ണുകൊണ്ട് കാണുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. അതില്ല, ഇനിയിപ്പം ഞാൻ എൻ്റെ മരുമോളെയല്ലേ അംഗീകരിച്ചിരിക്കുന്നത്. ജലജയും ജാനകിയൊക്കെ അവിടെ കിടന്ന് വെല്ലുവിളികളൊക്കെ നടത്തുമായിരിക്കും, അതാരും മൈൻഡ് ചെയ്യുന്നു? ഞാൻ മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല. വേറെ ഒരു നിവൃത്തിയില്ലെങ്കിൽ ഞാൻ എൻ്റെ മോളെയും വിളിച്ചോണ്ടും കൂടെ പോകും. ഇനി ഇവരെ ഒന്നും ഞാൻ നോക്കത്തില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അത് പിന്നെ ഞാൻ എന്താ, മോൾക്ക് എന്നോടൊപ്പം വരാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും. ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ എങ്കിൽ അച്ഛനും അമ്മേനെ എതിർത്തിട്ട് ഞാൻ എങ്ങനെയാ വരുന്നത്, അതൊക്കെ ഓർത്തിട്ട് എനിക്ക് ഭയങ്കര വിഷമമാണെന്ന് പറയണം.
ഈ സമയം ദേവേനി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒന്നുകൂടെ ചോദിച്ചു നോക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. അവര് വിടുവോന്ന് നോക്കട്ടെ, വിടുവാണെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ മോൾ എന്താ വെച്ചാൽ തീരുമാനിക്കാനൊക്കെ പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.